വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ലഹരി കുരുക്കിൽ അകപ്പെടാതിരിക്കാൻ പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ നടപ്പിലാക്കിയ ആ സൂമ്പ നൃത്തത്തിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം ചില മതസംഘടനകളൊക്കെ ഉയർത്തിയിരുന്നു. പക്ഷേ ആ പ്രതിഷേധം ലഹരിയേക്കാൾ അപകടകരമാണെന്നാണ് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. അതാണ് ഇന്നലത്തെ ഏറ്റവും മികച്ച വാചകം എന്ന് വേണം പറയാൻ. അത് എല്ലാ പത്രങ്ങളും ആ വാർത്ത നന്നായി നൽകിയിട്ടുമുണ്ട്. ഞാനത് പറയാൻ കാരണം ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ മാതൃഭൂമി മാത്രമാണ് ഈ വാർത്ത നന്നായി നൽകിയിരുന്നത്. അതായത് സൂമ്പയുമായി ബന്ധപ്പെട്ട വിവാദം, അതിനൊരു പക്ഷേ ആ വിവാദത്തെ അല്ലെങ്കിൽ വിവാദം കൊണ്ടുവന്ന സംഘടനകൾക്കെതിരെയായിരുന്നു മാതൃഭൂമിയുടെ വാർത്ത എന്ന് പോലും പറയേണ്ടി വരും. മറ്റു ചില പത്രങ്ങളൊക്കെ ആ വാർത്ത മുക്കി. അതിൽ മാധ്യമവും ചന്ദ്രികയും സിറാജും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആ പത്രങ്ങളൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുമാത്രമല്ല, ഈ ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റിന് പിന്നാലെ പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത പടർത്തുന്ന സംസ്ഥാനമായി കേരളം മാറരുതെന്ന് സതീശൻ പറഞ്ഞു. മതസംഘടനകൾക്ക് അഭിപ്രായം പറയാം, പക്ഷേ ആജ്ഞാപിക്കരുതെന്ന് എം എ ബേബിയും പറഞ്ഞു. ഇത് പറഞ്ഞതോടെ കാര്യങ്ങൾ വ്യക്തമായി. സൂമ്പയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സർക്കാരും തീരുമാനമാക്കി. ആ വാർത്ത ഇന്നലെ അത്രത്തോളം നന്നായി നൽകിയത് മാതൃഭൂമിയാണെന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഇന്നലെ ഈ വാർത്തയിൽ മിണ്ടാതിരുന്ന എല്ലാ പത്രങ്ങളും ഇന്ന് മിണ്ടി തുടങ്ങി. മനോരമ നന്നായി നൽകിയിട്ടുണ്ട്. മനോരമ ഇന്നലെ ഉൾപേജിൽ, ഇന്നലെ 10-ാം പേജിൽ ഒതുക്കിയതിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പിലും അക്കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ആ വാർത്ത നന്നായി നൽകാൻ എല്ലാ പത്രങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. മാധ്യമമടക്കമുള്ള പത്രങ്ങൾ ആ വാർത്ത നന്നായി നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ഇനി ആ വാർത്തയിൽ വിശദമായി നമ്മൾ നിൽക്കുന്നില്ല, കാരണം ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാണ്. ഇന്ന് സർക്കാർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. സൂമ്പയുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് നമ്മളുടെയും അഭിപ്രായം എന്നാണ് തോന്നുന്നത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോയാൽ, ഇന്നലെ ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്, ആ കുറിപ്പിൽ നിന്നാണ് ആ ഒരു വാർത്ത ഉണ്ടാകുന്നത്. ആ കുറിപ്പ് ഒരു വലിയ കുറിപ്പായി മാറി വലിയ വാർത്തയായി മാറുന്നു. ആരോഗ്യവകുപ്പിനെ മാത്രമല്ല സർക്കാരിനെയും നമ്മുടെ മുഴുവൻ ആരോഗ്യ സംവിധാനങ്ങളുടെയും പോരായ്മയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പായിരുന്നു അത്. ആ കുറിപ്പ് തന്നെയാണ് ഇന്ന് എല്ലാ പത്രങ്ങളും പ്രധാനപ്പെട്ട വാർത്തയാക്കിയിട്ടുള്ളത്. മനോരമ 1-ാം പേജിൽ ലജ്ജിക്കാം എന്നാണ്. ആ ലജ്ജിക്കാം എന്ന് വെച്ചാൽ നമ്മളുടെ ആരോഗ്യ സംവിധാനം നമ്മൾ വളരെ അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന, ഒരുപക്ഷെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും മതിപ്പാണ്. ആ മതിപ്പിൽ ഇപ്പോഴും കുറവില്ല. പക്ഷേ അതിൽ ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഡോക്ടറുടെ കുറിപ്പ് കൊണ്ട് വ്യക്തമാക്കുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നമായി മാറിപ്പോകാവുന്നതാണ്, എന്നാൽ പോലും പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. എന്നാൽ പോലും നമ്മുടെ ആരോഗ്യവകുപ്പിനെ കുറിച്ച് നമ്മൾ ഇത്രയും അഭിമാനത്തോടെ പറയുമ്പോൾ, ഈ സർക്കാർ തന്നെ വളരെ അഭിമാനത്തോടെ പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കുറിപ്പിലൊരു പ്രശ്നമുണ്ട്. മനോരമയിലേക്ക് പോകാം. മനോരമയിൽ ലജ്ജിക്കാം എന്നുള്ളതാണ് മനോരമയുടെ തലവാചകം തന്നെ. അത് സ്വാഭാവികമാണ് മനോരമ അങ്ങനെ എഴുതുന്നതിൽ. ഉപകരണക്ഷാമമാണുള്ളത്. മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു. മന്ത്രിയുടെ ഓഫീസിൽ വരെ അറിയിച്ചിട്ട് നടപടിയില്ല. തുറന്നടിച്ച് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ്. അദ്ദേഹം ആ ഫേസ്ബുക്ക് കുറിപ്പ് പിന്നീട് പിൻവലിക്കുകയുണ്ടായി. എന്നാൽ പോലും അതിൻ്റെ ഒരു വലിയ കാരണമുണ്ട്. കേരളത്തിൻ്റെ എല്ലാ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ച് സർക്കാരിൻ്റെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള സംവിധാനങ്ങളിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വലിയ ബഹുമാനവും മതിപ്പും അവിടെയുള്ള സംവിധാനങ്ങളെക്കുറിച്ചും, ഒരുപക്ഷെ നമുക്കറിയാം, മാലദ്വീപിൽ നിന്നുള്ള ആളുകളടക്കം, ലക്ഷദ്വീപിൽ നിന്നുള്ള ആളുകളടക്കം നമ്മുടെ മെഡിക്കൽ കോളേജിൽ വന്നാണ്. മാലദ്വീപിൽ നിന്ന് ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ലക്ഷദ്വീപിലെ ആളുകൾ ഇവിടെ എറണാകുളത്തും ഒക്കെ വന്ന് ചികിത്സ തേടി പോകുന്നത് നമ്മളുടെ സർക്കാർ സംവിധാനങ്ങളുടെ മിടുക്കിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കരുത്ത് കൊണ്ടാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ആ കരുത്തിൻ്റെ ചോർച്ചയെക്കുറിച്ചാണ് ഡോക്ടറുടെ കുറിപ്പ്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം സംബന്ധിച്ച് യൂറോളജി വിഭാഗം മേധാവി നൽകിയ പരാതി സമഗ്രമായി അന്വേഷിക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം സർക്കാരിൻ്റെ മുന്നിലോ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ മുന്നിലോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത്. പക്ഷേ ഡോക്ടർ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, ഞാൻ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്, സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ ചെരുപ്പ് തേഞ്ഞിട്ടുണ്ട് എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് വളരെ വിശദമായി മനോരമയും മാതൃഭൂമിയും എല്ലാ പത്രങ്ങളും, മനോരമയിൽ തന്നെ ഞാൻ വായിക്കാം. 7-ാം പേജിൽ ദുരവസ്ഥ വ്യക്തമാക്കി ഡോക്ടർ ഹാരിസിൻ്റെ കുറിപ്പ്. തെരുപ്പ് തേഞ്ഞു, മടുത്തു. വെള്ളിയാഴ്ചത്തെ കുറിപ്പിൽ നിന്ന് സ്വകാര്യ ആശുപത്രികളിൽ നിന്നും പോകാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത നൂറുകണക്കിന് ജനങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഭയം തേടുന്നത്. തീവ്രമായ വേദന, ഗുരുതരമായ വൃക്കരോഗങ്ങൾ, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ കുറിപ്പാണ്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഉപകരണങ്ങളില്ല, ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും മറ്റ് സാധ്യതകൾ നമ്മളുടെ സർക്കാർ സംവിധാനത്തിലില്ല എന്ന് അദ്ദേഹം വളരെ വിശദമായി പറയുന്നു. യൂറോളജി വിഭാഗം തലവനാണ് അദ്ദേഹം. മാതൃഭൂമി 1-ാം പേജിൽ തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളകൗമുദി ജീവൻ വെച്ച് കളി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സുപ്രഭാതം പറയുന്നത് ആരോഗ്യവകുപ്പിനും ചികിത്സ വേണം എന്നുള്ളതാണ്. ഉപകരണങ്ങളില്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ മുടങ്ങി എന്നാണ് സുപ്രഭാതം 1-ാം പേജ് വാർത്തയാക്കിയത്. 1-ാം പേജ് വാർത്തയാക്കിയ പത്രങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. തുറന്നു പറഞ്ഞ യൂറോളജി മേധാവിയുടെ സമൂഹ മാധ്യമക്കുറിപ്പ് വിവാദമായി. സത്യം മൂടിവെക്കാനില്ല, നടപടിയിൽ പ്രശ്നമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും പണം നൽകിയെന്ന് മെഡിക്കൽ കോളേജ് പറഞ്ഞതായിട്ടും സുപ്രഭാതം പറയുന്നുണ്ട്. എന്നാൽ പണം നൽകിയിട്ടും
എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിട്ട് പോലും ഇനിയും അതിൽ നടപടിയില്ലാത്തത് വളരെ വേദനാജനകമാണ്. എന്തായാലും ആ ഡോക്ടറെ കുറിപ്പ് വളരെ ചർച്ചയാകുന്നുണ്ട്. അതെല്ലാ പത്രങ്ങളും ഒന്നാം പേരിൽ വളരെ വിശദമായി വലിയ വാർത്തയാക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട് എന്നതിൻ്റെ സൂചനയായിട്ടാണ് ആ ഡോക്ടറെ കുറിപ്പ് കാണുന്നത്. പക്ഷേ എന്നാൽ പോലും ഒരുപക്ഷെ നമ്മളിപ്പോഴും അഭിമാനത്തോടെ ഞാനിപ്പോഴും വ്യക്തിപരമായി സർക്കാർ ആശുപത്രികളെക്കുറിച്ച് നമ്മുടെ സംവിധാനങ്ങളെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട്. കാരണം കേരളത്തിന് പുറത്ത് ജോലി ചെയ്ത ആളാണ് ഞാൻ 5 വർഷത്തോളം. ആ അനുഭവം എനിക്കുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ നാട്ടിലെ ആരോഗ്യ സംവിധാനത്തിൽ ഇപ്പോഴും അഭിമാനമുണ്ട്. അതിൽ കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കണം. ഡോക്ടറെ കുറിപ്പ് ഒരു വലിയ വാർത്തയായി മാറിയതിൽ സന്തോഷമുണ്ട്. അത് പത്രങ്ങൾ ആ രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഇനിയുള്ള മറ്റൊരു കാര്യം നമ്മുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് തന്നെയാണ്. സ്വാഭാവികമായും അത് നമ്മുടെ നാട്ടിലൊരു പതിവാണ്. പിന്നെ ഒരു വാർത്ത പൊട്ടി പുറപ്പെട്ടാൽ അതിൻ്റെ തുടർച്ചയായി പിന്നീട് നിരവധി വാർത്തകളാണ് വരുന്നത്. അതും ഒരു നല്ല സൂചനയാണ്. നമ്മളുടെ മാധ്യമങ്ങൾക്ക് അത്രയും കരുത്തുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, തെരുവുനായുടെ കടിയേറ്റ് പേവിഷബാധ ലക്ഷണം പ്രകടിപ്പിച്ച 5 വയസ്സുകാരൻ മരിച്ചു. ഇത് മനോരമയുടെ ഒന്നാം പേര് വാർത്തയാണ്. ഈ മരണത്തിന് എന്തുണ്ട് മറുപടി എന്നാണ് മനോരമയുടെ ചോദ്യം. സ്വാഭാവികമാണ്, ആരോഗ്യ മേഖലയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. 19 പേരെയാണ് ആ പേപ്പട്ടി കടിച്ചത്. കുത്തിവയ്പ് പൂർത്തിയാകും മുമ്പ് പേവിഷബാധ ലക്ഷണമുണ്ടായി. ഈ പേവിഷബാധയുമായി ബന്ധപ്പെട്ട് കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കഴിഞ്ഞ മാസമൊക്കെ ഉണ്ടായിരുന്നതാണ്. അതുണ്ടായപ്പോൾ പോലും ആ വാർത്തയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ നടപടികൾ ഉണ്ടായില്ല. ഈ പേവിഷബാധയിലെ കുത്തിവയ്പ്പിനെ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. അതിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ വാർത്തയും. ഈ മരണത്തിന് എന്തുണ്ട് മറുപടി എന്നാണ് മനോരമ ചോദിക്കുന്നത്. സംഭവം കണ്ണൂരിലാണ്. മാതൃഭൂമിയും ആ വാർത്ത ഒന്നാം പേരിൽ നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. എന്തായാലും അങ്ങനെ ആരോഗ്യ മേഖലയിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ചില വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പത്രങ്ങൾ സ്വാഭാവികമായും ആരോഗ്യമായതുകൊണ്ടും ഒന്നാം പേരിൽ ആ വാർത്തയെ നന്നായി നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ഇനിയൊരു ദേശീയ വാർത്തയിലേക്ക്, നമ്മളിലേക്കൊന്നും കൂടി വരുന്നൊരു വാർത്തയിലേക്കാണ്. ബീഹാറിൽ ഈ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. 2026 നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ 2025 നടക്കുന്ന പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊന്നായിരിക്കും ബീഹാറിൽ നടക്കുന്നത്. ആ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപായിട്ട് വോട്ടർ പട്ടിക പരിശോധന തുടങ്ങി. നമുക്കറിയാം, ആ വോട്ടർ പട്ടിക പരിശോധന കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷേ അതിൽ ആ വോട്ടർ പട്ടിക പരിശോധന NRC നമ്മൾ പലപ്പോഴായി വിവാദങ്ങളിലായ ഒരു വാർത്തയാണ്, വിഷയമാണത്. ഈ വർഷം അത് മാധ്യമവും ടൈംസ് ഓഫ് ഇന്ത്യയും ജനയുഗവുമാണ് ഒന്നാം പേരിൽ വലിയ വാർത്തയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വാർത്തയിലേക്ക് പോകുന്നു. ഈ വർഷം നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി വോട്ടർ പട്ടികയിൽ തീവ്ര പുനഃപരിശോധന നടത്താനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം വിവാദമാകുന്നു. അത് വിവാദമാകാനുള്ള കാരണം കേന്ദ്ര സർക്കാരിൻ്റെ വിവാദമായ ദേശീയ പൗരത്വ രജിസ്റ്റർ NRC നടപ്പിലാക്കാനുള്ള ഒരു പിൻവാതിൽ നീക്കമാണോ എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ സംശയിക്കുന്നത്. ഇന്ത്യ സഖ്യമാണ് ഇക്കാര്യത്തിൽ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അത് ടൈംസ് ഓഫ് ഇന്ത്യ ഒന്നാം പേര് വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. ജനയുഗവും ഒന്നാം പേര് വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. നിലവിലെ വോട്ടർ പട്ടികയിൽ അംഗമാകാൻ 11 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ചാൽ മതിയാകും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ബീഹാറിൽ വീട് കയറിയുള്ള വോട്ടർ പട്ടിക പുനഃപരിശോധനയിൽ 1987 ശേഷം ജനിച്ചവർ സ്വന്തം ജനനവിവരത്തിനൊപ്പം മാതാപിതാക്കളുടെ ജനന വിവരങ്ങൾ ഉൾപ്പെടെ നൽകേണ്ടതുണ്ട്. അതിലാണ് ഈ NRC പ്രശ്നം വരുന്നത്. NRC ഈ ദേശീയ വിവാദമായ NRCയിൽ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ എന്തിനാണ് 1987 മുൻപ് ജനിച്ചവർ അച്ഛൻ്റെയും അമ്മയുടെയും പേരും മറ്റു വിവരങ്ങളും ഒക്കെ കൊടുക്കുന്നത് എന്ന ചോദ്യം ഇത് കഴിഞ്ഞ ഈ NRC വിവാദം തുടങ്ങിയ കാലം മുതൽ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് 3 കോടി പേർ പുറത്താകുമെന്നാണ് ജനയുഗം ഒന്നാം പേരിൽ വാർത്ത നൽകിയിട്ടുള്ളത്. സ്വാഭാവികമാണത്. അങ്ങനെ 1987 മുൻപ് ജനിച്ചവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായ ആളുകൾ അച്ഛൻ്റെയും അമ്മയുടെയും കുറിപ്പ് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാൻ കഴിയാത്ത ആളുകളൊക്കെ പുറത്തു പോകും. അത് സ്വാഭാവികമാണ്. അമിഡ് ഓപ്പോസിഷൻ പ്രൊട്ടസ്റ്റ് EC ഇലക്ഷൻ കമ്മീഷൻ സ്റ്റാർട്ട്സ് ബീഹാർ റോൾസ് റിവിഷൻ എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഒന്നാം പേരിൽ വാർത്ത നൽകുന്നത്. സ്വാഭാവികമായും അത് വലിയ പ്രതിഷേധത്തിനിടയാക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ മനോരമ ആ വാർത്ത നൽകുന്നത് അങ്ങനെയല്ല. മനോരമ 7-ാം പേരിൽ വാർത്ത നൽകുന്നത് കേരളത്തിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. അത് 2025 അവസാനം കേരളത്തിലുണ്ടാകും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 ഇടങ്ങളിൽ സമഗ്ര പരിഷ്കരണത്തിന് കമ്മീഷൻ ഉത്തരവ്. ഇതിൻ്റെ തുടർച്ചയാണ്, ബീഹാറിൻ്റെ തുടർച്ചയാണ്. അവിടെയും ഇത് ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങളുള്ളത്. കേരളത്തിന് പുറമെ അത് എങ്ങനെയെന്നുള്ള കാര്യം വളരെ വിശദമായി പറയുന്നുണ്ട്. കമ്മീഷൻ്റെ ഉത്തരവ് ഇറങ്ങി. ഇതിൽ ആക്ഷേപമുണ്ട് എന്ന് മനോരമ പറയുന്നുണ്ട്. മനോരമ ഒരുപക്ഷെ ഈ വാർത്ത നൽകിയിട്ടില്ല, ഇത് ബീഹാറിലെ വാർത്ത നൽകിയിട്ടില്ല. കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര പരിഷ്കരണം വരുന്നു എന്നൊരു വാർത്ത നൽകുന്നുണ്ട്. ഇനി 87 മുൻപ് കേരളത്തിൽ ജനിച്ച ആളുകൾക്കും ഈ പരിശോധന ആവശ്യമാണോ എങ്കിൽ അതൊരു വലിയ ചോദ്യമായി മാറുമെന്നാണ് സൂചന. എന്തായാലും അത് വലിയ തരത്തിൽ ചർച്ചയാകുമെന്നാണ്. മറ്റൊരു വാർത്ത കൂടി. നമുക്കറിയാം, ചില ആളുകൾ അശാസ്ത്രീയമായി പ്രസവിക്കാൻ തയ്യാറെടുക്കുന്നു. കുട്ടികളുടെ ചികിത്സ, നമ്മളുടെ ആരോഗ്യ സംവിധാനങ്ങളോട് എതിർപ്പുള്ള ആളുകൾ സ്വന്തം വീട്ടിൽ തന്നെ ചികിത്സ നടത്തുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ആ വാർത്ത മാതൃഭൂമി ഒന്നാം പേരിൽ നൽകിയിട്ടുണ്ട്. ഒരു കുട്ടി മലപ്പുറത്ത് കോട്ടയ്ക്കൽ, അത്
വാർത്ത ഇങ്ങനെയാണ്, ഞാൻ അത് മാതൃഭൂമിയുടെ ഇൻട്രോ വായിക്കാം, അതായിരിക്കും നല്ലത്. വളരെ മുൻപേ വലുതാവും മുൻപേ 14-ാം മാസത്തിൽ ഇൻസൈൻ ഇർഹാൻ്റെ ജീവൻ പൊലിഞ്ഞു. ഇൻസൈൻ ഇർഹാൻ എന്നുള്ള ആ കുട്ടിയുടെ പേരാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച പിഞ്ചു കുഞ്ഞിന് വേണ്ടത് ചികിത്സയായിരുന്നു. കരുതലും സ്നേഹവും ആകേണ്ട മാതാപിതാക്കൾ ചികിത്സ നിഷേധിച്ചെന്ന് ആരോപണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ നാട്ടിൽ ഇപ്പോഴും നമ്മളുടെ ആരോഗ്യ സംവിധാനങ്ങൾക്കൊപ്പം നിൽക്കാതെ സ്വന്തമായി ചികിത്സ നടത്തുന്ന, ഒരിക്കലും ശാസ്ത്രീയമായ ചികിത്സ നടത്താത്ത ആളുകൾ, അങ്ങനെ ഒരു കുട്ടി മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു. പിഞ്ചു കുഞ്ഞാണ്, ആ കുട്ടി മരിച്ചു. കോട്ടക്കൽ കുറുവ പാങ്, ആ രക്ഷിതാക്കളുടെ പേര് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും ആ രക്ഷിതാക്കൾ നടത്തുന്ന അശാസ്ത്രീയ ചികിത്സയാണെന്ന് നാട്ടിൽ വലിയ പരാതി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ഇതിനു മുൻപ് നമ്മളുടെ പെരുമ്പാവൂരിൽ ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും ചേർന്ന് വീട്ടിൽ തന്നെ പ്രസവം എടുത്തു. ആ കുട്ടി മരിക്കുകയുണ്ടായി. ആ വാർത്തയും വലിയ വിവാദമായിരുന്നു. അപ്പോഴും നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനൊപ്പം നിൽക്കാതെ അശാസ്ത്രീയമായി ചികിത്സ തേടുന്ന ആളുകൾ, സ്വന്തം ചികിത്സ നേടുന്ന ആളുകളെക്കുറിച്ച് വലിയ വാർത്തകളും വിവാദങ്ങളും വന്നിരുന്നു. അതിനൊപ്പം തന്നെയാണ് ഈ പിഞ്ചു കുഞ്ഞിനെ രക്ഷിതാക്കൾ കൊലപ്പെടുത്തിയെന്നാണ് ഇന്നലെ ചില മാധ്യമങ്ങളിലൂടെ നാട്ടുകാരൊക്കെ പറഞ്ഞത്. എന്തായാലും ആ വാർത്ത മാതൃഭൂമി ഒന്നാമ്പിൽ നൽകിയിട്ടുണ്ട്. ചില പത്രങ്ങളൊക്കെ ആ വാർത്ത തമസ്കരിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ആ പത്രങ്ങൾ സ്വാഭാവികമായി നമുക്കറിയാം, ഇന്നലെ സൂംബ വിവാദത്തിൽ വാർത്ത നൽകാതിരുന്ന പത്രങ്ങൾ തന്നെയാണ്. അവരും ആ വാർത്ത തമസ്കരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട വിവാദമാണ്. ഗവർണർ ഈ പല കാര്യങ്ങൾ ചോദിച്ച് സർക്കാരിന് കത്തയക്കുന്നു, സർക്കാർ ഗവർണർ കത്തയക്കുന്നു. ഈ രാജ്ഭവനിലെ വിവാദവും യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുണ്ടായ വിവാദവും സംബന്ധിച്ച് ഇപ്പോൾ ഗവർണറോട് സർക്കാർ തിരിച്ചൊരു കത്ത് അങ്ങോട്ട് കൊടുത്തേക്കുകയാണ്. അതായത് കത്തിങ്ങനെ തുടരുന്നു, കത്ത് വിവാദം വീണ്ടും തുടരുകയാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിൻ്റെ കത്ത് മുന്നോട്ട് പോകുമ്പോൾ രാജ്ഭവനിൽ ദേശീയ ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് കത്തിൻ്റെ ചുരുക്കെഴുത്ത്. സ്വാഭാവികമായും അതിൻ്റെ അർത്ഥം ഭാരതാംബ, കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ഈ സർക്കാർ പരിപാടികൾ ഉപയോഗിക്കരുത് എന്ന് സർക്കാർ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു എന്ന് വേണം കാണാൻ. ഗവർണർക്ക് വീണ്ടും മുഖ്യമന്ത്രിയുടെ കത്ത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, മന്ത്രി ശിവൻകുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും മുഖ്യമന്ത്രിയുടെ കത്തിൽ പറയുന്നുണ്ട്. ശിവൻകുട്ടി തെറ്റ് ചെയ്തു എന്നാണ് കഴിഞ്ഞ ദിവസം ഗവർണർ സർക്കാരിന് അയച്ച കത്തിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികം ഇവർ രണ്ടുപേരും കത്തെഴുതി കളിക്കുകയാണ്. മനോരമയും ആ വാർത്ത നൽകിയിട്ടുണ്ട്. ശിവൻകുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അനാദരവൊന്നും കാട്ടിയിട്ടില്ല. അതുമാത്രമല്ല, രാജ്ഭവനിൽ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നും കൂടി പറയുന്നുണ്ട്. അതാണ്. ഇനി മറ്റൊന്നൊരു ദിനചിത്രമാണ്. സാധാരണഗതിയിൽ നമ്മൾ ദിനചിത്രങ്ങൾ എന്നും എടുത്ത് പോകാറില്ല, പക്ഷേ ഇന്നൊരു ലേശം സമയം കിട്ടിയപ്പോൾ എടുത്തു എന്നുള്ളത് മാത്രമല്ല, ആ ദിനചിത്രത്തിൻ്റെ കൗതുകം ഇങ്ങനെയാണ്. ഞാൻ അതിൻ്റെ ക്യാപ്ഷൻ വായിക്കാം. മസിനഗുഡി വഴി ഊട്ടി. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ഹിറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. മസിനഗുഡി വഴി ഊട്ടിയിൽ പോകുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ആ ശബ്ദ സാന്നിധ്യം കൊണ്ടത് വളരെ ശ്രദ്ധേയമായൊരു സംഗതിയാണത്. ഇത് മസിനഗുഡി വഴി ഊട്ടിക്ക് പോകുന്നത് ഒരു ആനയാണ്. ഊട്ടിക്ക് സമീപം മസിനഗുഡി വഴി മായാർ റോഡിൽ ഇന്നലെ വൈകിട്ട് എത്തിയ കാട്ടുകൊമ്പനാണ്. ഇതേ റോഡിൽ 1 കിലോമീറ്ററിനൊപ്പം മറ്റൊരു കൊമ്പനും ഉണ്ടായിരുന്നു. മസിനഗുഡിയിലെ ജനവാസ മേഖലകളിലൊക്കെ ഈ കാട്ടാനകൾ എത്തുന്നു. അതിൻ്റെ ക്യാപ്ഷനാണ് ആ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ കൗതുകം. ചിത്രം ഒട്ടും മോശമല്ല. പിന്നിൽ 2 ജീപ്പും ഒക്കെ ആയിട്ട് ആ ജീപ്പിനെയൊക്കെ തെളിച്ചുകൊണ്ട് പോകുന്ന കാട്ടാനയാണ്. എന്തായാലും ആരെയും ആക്രമിക്കാതിരുന്ന് നന്നായി. നല്ല ദിനചിത്രം. മനോരമ ഇടയ്ക്കിടയ്ക്ക് അത്തരം ചിത്രങ്ങൾ നൽകുന്നത് നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, മാതൃഭൂമി ഇന്നൊരു വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങളൊക്കെ ആ വാർത്ത ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവും, കൊടുത്തിട്ടില്ല. 8-ാം പേജിലാണ് വാർത്ത. ഇതാണ്: ക്ലാസ്സിൽ ദിവസവും പത്രം വായിക്കണം. ദിവസവും, ഇത് പ്രസ് സ്റ്റോപ്പിൽ ഇത് പറയാനുള്ള കാരണം ദിവസവും പ്രസ് സ്റ്റോപ്പിലുള്ള ആൾ രാവിലെ വന്ന് പത്രം വായിക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല, പക്ഷേ ക്ലാസ്സിൽ ദിവസവും പത്രം വായിക്കണം. ഇത് സർക്കാരിൻ്റെ ഉത്തരവാണ്, മാർഗ്ഗരേഖയാണ് സ്കൂളുകൾക്ക്. അതുമാത്രമല്ല, വായനയ്ക്കുള്ള നിർദ്ദേശങ്ങളുമുണ്ട്. പത്രവായന നടത്തുക, ചർച്ച ചെയ്യുക, ഉച്ചാരണ ശുദ്ധിയോടെ വായിക്കാൻ അവസരമൊരുക്കുക, ലൈബ്രറിയിൽ ആഴ്ചപ്പതിപ്പുകളൊക്കെ വായിക്കുക. അതുമാത്രമല്ല, കമ്പ്യൂട്ടറിൽ ഇനി മലയാളം എഴുത്തും സ്കൂളുകളിൽ പഠിപ്പിക്കും. നമ്മളൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ മലയാളം എഴുതുന്ന ആളുകളാണ്. സ്കൂളുകളിലെ അത് പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും ക്ലാസ്സിൽ ദിവസവും പത്രം വായിക്കണമെന്ന് പറയേണ്ട സാഹചര്യം സർക്കാരിനുണ്ടാകുന്നു എന്നുള്ളത് കൗതുകകരമാണ്. എല്ലാവരും പത്രം വായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് അവസാനിപ്പിക്കുന്നു. സേതു.